ഇനി നമുക്ക് 2 ഡയമെൻഷണൽ മോഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് നോക്കേണ്ടത്. 2 ഡയമെൻഷണൽ മോഷൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം വരുന്ന സംഗതി സർക്കുലാർ മോഷൻ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സർക്കുലാർ മോഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതായത് വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു മോഷൻ സർക്കുലാർ മോഷൻ ആയിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഒരു പോയിൻറ്റിന് ചുറ്റും സെൻറ്ററായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ചുറ്റും എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഒബ്ജക്റ്റ് കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറിട്ടിട്ട് ഒരു ഒബ്ജക്റ്റിനെ കെട്ടി കറക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു കല്ല് കെട്ടി കറക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോഴും ആ സെൻറ്ററിലുള്ള കയറ് ഈ കല്ലിനെ എന്ത് ചെയ്യും? ഒരു സർക്കുലർ മോഷനിൽ കൂടെ മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാസ് എം ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആ പോയിൻറ്റിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കല്ല് കെട്ടി കറക്കുകയാണ്. അപ്പോൾ ആ കറക്കുന്ന കല്ലിനെ പെട്ടെന്ന് നമ്മൾ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകുന്നത് എപ്പോഴും അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കല്ലിനെ പെട്ടെന്ന് എവിടെയെങ്കിലും വെച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനായിരിക്കും പോവുക. അപ്പോൾ അത് മീൻസ് ആ പോയിൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കും? ടാൻജൻറ്റ് പോയിൻറ്റിലേക്കായിരിക്കും. എവിടേക്കായിരിക്കും? ആ പോയിൻറ്റിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലേക്കായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നത്? അതിന് കാരണക്കാരൻ ഈ ടെൻഷനാണ്. സോ ദർ വിൽ ബി ആൻ ആക്സിലറേഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ. ആ ആക്സിലറേഷൻ അതിൻ്റെ സ്പീഡിനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി ഇവിടെയാണ്, അതിൻ്റെ തൊട്ടപ്പുറത്തെ പോയിൻ്റിലുള്ള വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പോയിൻ്റിലുള്ള വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ സെൻറ്ററിലുള്ള വയർ അതിനെ എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് ടുവേർഡ്സ് ദ സെൻറ്ററിലേക്ക് അതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ പോയിൻ്റ് എത്തുമ്പോഴേക്കും സെൻറ്ററിലേക്ക് വരാനായിട്ട് വെലോസിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് സർക്കുലർ മോഷനിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സർക്കുലർ മോഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, യെസ്, ബിക്കോസ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ഇനി വെലോസിറ്റി എങ്ങോട്ടാണ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും ടുവേർഡ്സ് ദ സെൻറ്ററിലേക്കായിരിക്കും വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് ദർ വിൽ ബി ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ടുവേർഡ്സ് ദ സെൻറ്റർ. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്ന് പറഞ്ഞിട്ടാണ്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസി. യെസ്, നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതിനെ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്തത്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ചേഞ്ച് ഇൻ പൊസിഷനെ ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞത്. വിച്ച് മീൻസ് എയും ബിയും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ. സിമിലർലി നമ്മൾ സർക്കുലാർ മോഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ടേംസിലാണ്? ആംഗിളിൻ്റെ ടേംസിലാണ്. ഈ പോയിന്റിൽ ഇവിടെ നിൽക്കുന്നു, അത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്നു. അത് തിരിഞ്ഞ് കുറച്ച് എവിടേക്ക് എത്തുന്നു? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയായിരിക്കും. അതായത് ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംഗുലാർ വേർഷൻ, റൊട്ടേഷണൽ വേർഷൻ, അതിനാണ് നമ്മൾ ജനറലി എന്തെന്ന് വിളിക്കുക? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇത് t=0 എന്ന് പറയുന്ന സെക്കൻഡാണ്. ഇവിടെ എത്താനായിട്ട് t എന്ന് പറയുന്ന സമയമെടുത്തു. അങ്ങനെയെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമിനെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കും. ഇറ്റ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ അളക്കുന്നത് എപ്പോഴും ഇതിലാണ്? റേഡിയനിലാണ്.
1 റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ പൈ ആണ്. അല്ലെങ്കിൽ ഡിഗ്രീനെ 180 ഇൻറ്റു പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എത്ര റേഡിയനിലാണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എത്ര റേഡിയനിലാണ് എന്ന് നമുക്ക് കിട്ടും. യെസ്, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് റേഡിയനാണ്. ടൈം എന്ന് പറയുന്നത് സെക്കൻഡിനാണ്. അപ്പോൾ ആംഗുലാർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡാണ്. യെസ്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ കണ്ടീഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരൊബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കുന്നു പറഞ്ഞു. ആണോ? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ സർക്കുലാർ മോഷനിൽ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ടേമിനെ നമ്മൾ വിളിക്കുന്ന പേര് ആംഗുലാർ ആക്സിലറേഷൻ. The speed of that is angular velocity of an object is continuously changing with respect to time, then we call it as angular acceleration, which is change in angular velocity divided by time. അപ്പോൾ നോക്കിയേ, ഒരു ഒബ്ജക്റ്റിൻ്റെ ആംഗുലാർ സ്പീഡ് ഓരോ പോയിൻറ്റിലും കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പോയിൻറ്റിലുള്ള അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെന്ന് വിചാരിക്കുക. ഈ പോയിൻറ്റിലുള്ള അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ω2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ω2 മൈനസ് ω1 ഡിവൈഡഡ് ബൈ ടൈം t, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആംഗുലാർ ആക്സിലറേഷൻ. യെസ്, ഇനിയൊരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലർ മോഷൻസ് പോസിബിൾ ആണ്. ഒന്ന് യൂണിഫോം സർക്കുലർ മോഷൻ, രണ്ടാമത്തത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്: v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ അല്ലെങ്കിൽ v എന്ന് പറയുന്ന സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് കറങ്ങുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ വെലോസിറ്റി എന്ന് പറയുന്ന ടേം കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? അതിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോംലി സർക്കുലർ മോഷൻ. അപ്പോൾ അവിടെ എന്തിനെ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ? വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. വെലോസിറ്റിയുടെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നത് ഒരേ ഒരു ആക്സിലറേഷനാണ്. അത് ഏത് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷനാണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ AC = v²/r. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ. നോൺ യൂണിഫോം സർക്കുലർ മോഷനിൽ എന്താ? ഇതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. യെസ്, മീൻസ് വെലോസിറ്റി എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പീഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷനിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലോങ് ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലൊരു ഫോഴ്സ് ഉണ്ട് എന്നല്ലേ അർത്ഥം? അതിനർത്ഥം ഈ ഡയറക്ഷനിലൊരു ആക്സിലറേഷൻ ഉണ്ട് എന്നല്ലേ? അപ്പോൾ ഒരു നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് പോസിബിളി രണ്ട് ആക്സിലറേഷൻസ് ഉണ്ട്. ഒന്ന് അലോങ് ദ ടാൻജൻറ്റ് വിച്ച് ഈസ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, അലോങ് ദ റേഡിയസ് വിച്ച് ഈസ് ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ നെറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും, വിച്ച് ഈസ് AR² + AT² ഈസ് ദ റിസൾട്ടൻ്റ് ആക്സിലറേഷൻ. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ ഈ രണ്ട് സർക്കുലർ മോഷൻ്റെയും കണ്ടീഷൻ, അതായത് നോൺ യൂണിഫോം സർക്കുലർ മോഷൻ്റെ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലോ. എന്താ? സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. നോൺ യൂണിഫോം സർക്കുലർ മോഷൻ്റെ രണ്ട് കേസാണ് പറയുന്നത്. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു, അഥവാ സ്പീഡ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്.
അപ്പോൾ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലാണ്, വിച്ച് മീൻസ് അതിൻ്റെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിൽ. ഇതോടൊപ്പം തന്നെ റേഡിയൽ ആക്സിലറേഷനും ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കൂടിയുള്ള റിസൾട്ടൻറ്റ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഇതായിരിക്കും ആ ഒബ്ജക്റ്റിനുണ്ടാവുന്ന റിസൾട്ടൻറ്റ് ആക്സിലറേഷൻ ടുവേർഡ്സ് റേഡിയൽ ഡയറക്ഷൻ ആൻഡ് ടുവേർഡ്സ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഇനി ഇവിടെ എടുത്തു. ഇനി ഇതിൻ്റെ സ്പീഡ് കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യുകയാണ്, സ്പീഡ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീഡ് കുറഞ്ഞു വരികയാണെങ്കിൽ അതിനർത്ഥം ആക്സിലറേഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ആക്സിലറേഷൻ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ടുവേർഡ്സ് ദിസ് പൊസിഷൻ ആൻഡ് റേഡിയൽ ആക്സിലറേഷൻ ടുവേർഡ്സ് ദിസ് പൊസിഷൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ഈ ഡയറക്ഷനിലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു റിസൾട്ടൻ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ എന്നുള്ള രണ്ട് കാര്യങ്ങളെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. യെസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും, ഇതും ആംഗുലാർ ആക്സിലറേഷനും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നോക്കിയേ, ഇതതിൻ്റെ റേഡിയസ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അത് തിരിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഡിയസ് 6, അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അത് തിരിഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അത് എത്രയായിരിക്കും വരിക? ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ആർ തീറ്റ. അഥവാ ഇത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. ഇനി എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്പീഡ് എന്നാണല്ലോ. രണ്ട് സൈഡിലും നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ds ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ dt ഓഫ് ആർ തീറ്റ. ഒരു സർട്ടൻ ഫിക്സഡ് സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റേഡിയസിന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ d തീറ്റ ഡിവൈഡഡ് ബൈ dt. അപ്പോൾ അങ്ങനെയെങ്കിൽ ds ഡിവൈഡഡ് ബൈ dt നമുക്ക് സ്പീഡ് എന്ന് എഴുതാം. സ്പീഡ് v ഈസ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പോൾ ആദ്യത്തെ റിലേഷൻ നമുക്ക് എന്താ കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിൽ ബി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. രണ്ടാമത്തെ റിലേഷൻ എന്താ വരുന്നത്? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഒമേഗ. ഇതുപോലെ പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റിലേഷൻ നമുക്ക് കിട്ടും, വിച്ച് ഈസ് ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു ആർ ആൽഫ. അപ്പോൾ ഓക്കെ ഫോക്സ്, അപ്പോൾ നമുക്ക് മോഷനിനെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഗ്ലാൻസിൽ നമ്മൾ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സീ യു ഓൾ.